എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വീശിയൊന്നും അടിക്കാതെ വളരെ ഈസി ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ബൺ പൊറോട്ടയും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ബൺ പൊറോട്ട കഴിക്കുന്ന പോലെ പുറമേ നല്ല മൊരിഞ്ഞ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്കിത് ഈസി ആയിട്ട് വീട്ടിൽ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നല്ല ചൂട് ബൺ പൊറോട്ടയുടെ കൂടെ ഈ ഒരു ചിക്കൻ കുറുമ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ബൺ പൊറോട്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അളവ് കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ വലിപ്പമുള്ള ഒരു ഗ്ലാസ്സിൽ നമ്മൾ അളന്നിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതുപോലെ ഒരു കോഴിമുട്ടയാണ്. മുട്ട നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി സാധാ നോർമൽ വാട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അതായത് 125 ml വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് അത്രയും തന്നെയൊക്കെ വെള്ളം ആവശ്യമായിട്ട് വരും കേട്ടോ ഈ ഒരു മാവ് കുഴച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല സോഫ്റ്റാക്കി വേണം നമ്മൾ ഈ ഒരു ബൺ പൊറോട്ടയ്ക്കുള്ള മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ കുറച്ചായിട്ട് ഒരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഇത് കണ്ടില്ല നമ്മുടെ കയ്യിലൊക്കെ അത്യാവശ്യം മാവ് ഒട്ടിപ്പിടിക്കുന്ന ആ ഒരു പരുവത്തിന് തന്നെ വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബൺ പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് അളവിൽ വെള്ളമാണ് എടുത്തത്. അതിലെനിക്കൊരു 3/4 ടേബിൾ സ്പൂൺ മാത്രമേ മിച്ചം വന്നിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കൗണ്ടർ ടോപ്പിലേക്കോ ചപ്പാത്തി പലകയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കണം. ആദ്യമൊക്കെ കുഴയ്ക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഒട്ടിപ്പിടിക്കും കേട്ടോ. എന്ന് കരുതി നമ്മളിതിലേക്ക് എക്സ്ട്രാ പൊടിയൊന്നും ഇട്ട് കൊടുക്കരുത്. കുറച്ച് സമയം ഒന്ന് കുഴയ്ക്കുമ്പോഴത്തേക്കും തന്നെ ആ ഒരു ഒട്ടിലേക്ക് ഒന്ന് മാറി കിട്ടും. ശേഷം ഇതുപോലെ കൈ ഉപയോഗിച്ച് ഈ ഒരു രീതിക്ക് അമർത്തി നമുക്ക് ഈ ഒരു മാവൊന്ന് കുഴച്ചിട്ടെടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം തന്നെ നമ്മൾ ഈ ഒരു രീതിക്കൊന്ന് കുഴച്ചിട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുണ്ടല്ലോ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 മിനിറ്റോളം തന്നെ ഈ ഒരു മാവൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഈ ഒരു മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മാവിൻ്റെ മുകളിലേക്കും കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിൽ അത്യാവശ്യം ഓയിൽ ഉണ്ടായിരിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ ഒരു മാവ് ഉണങ്ങിപ്പോവാതെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ കവർ ചെയ്തിട്ട് ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് കുറഞ്ഞതൊരു 2 മണിക്കൂർ മുതൽ ഒരു 3 മണിക്കൂർ വരെയാണ് കേട്ടോ. മാവ് നമ്മൾ എത്രത്തോളം കുറച്ച് സമയം കൂടുതൽ വെക്കുന്നു അത്രത്തോളം നമ്മുടെ പൊറോട്ടയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബൺ പൊറോട്ടയുടെ കൂടെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ നല്ല ചിക്കൻ കുറുമ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 1 കിലോ അളവിൽ ചിക്കന് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകി ഈ ഒരു വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചിക്കൻ കുറുമ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുകയാണ്. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 4 മീഡിയം വലിപ്പമുള്ള സവാള ഇതുപോലെ നീളത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് സവാള അത്യാവശ്യം ഈ ഒരു പരുവത്തിന് നമുക്കൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ സൈഡിലേക്ക് ഒരു സവാള ഒന്ന് ആക്കി കൊടുക്കുക. പൊടികളുടെ ഒരു പച്ചച്ചുവയൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ നടുക്കാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കുരുമുളക് പൊടി നമുക്ക് ലാസ്റ്റ് ഒരു ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിലേക്ക് ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പൊടികളുടെ ഒരു പച്ചച്ചവ മാറാൻ വേണ്ടിയിട്ട് ഇതിൽ നന്നായിട്ട് ഇളക്കിയിട്ടെടുക്കുക. ശേഷം ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 15ഓളം കാഷ്നട്ട് ആണ് കേട്ടോ. കാഷ്നട്ട് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇതുണ്ടല്ലോ ഈ ഒരു പരിപാടി വരുമ്പോഴത്തേക്കും ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന്റെ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അതിന്റെ ഒരു ചൂട് കുറഞ്ഞതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇതുപോലെ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. ഇത് കണ്ടില്ല ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അരപ്പ് നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മാവ് ഒരു 3 മണിക്കൂറോളം തന്നെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ.
ഈ ഒരു മാവ് ഇതുപോലെ ഞെക്കി നോക്കുമ്പോഴത്തേക്കും തന്നെ നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മാവ് ഒരു 5 ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇത് കണ്ടില്ല, ഒരു 5 ബോൾസ് ആക്കി ഞാനൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു മാവ് നമ്മൾ ഇതുപോലെ ബോൾസ് ആക്കി വെച്ച് കൊടുക്കുന്ന ഒരു പാത്രത്തിലും കുറച്ച് എണ്ണ തൂക്കണം. അതുപോലെ തന്നെ ഈ ഒരു മാവിലും കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒട്ടും തന്നെ ഡ്രൈ ആയി പോകരുത്. അതിൽ ഓയിലിൻ്റെ ഒരു അംശം എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു മാവ് ഇതുപോലെ ബോൾസ് ആക്കി ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊരു 30 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഈ ഒരു വീഡിയോയിൽ മാവ് റെഡിയാക്കുന്നത് കാണിച്ചിരിക്കുന്നത് നമുക്കൊരു 5 ബൺ പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഒരു ഭംഗി കുറച്ച് അധികം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സെയിം രീതിയിൽ തന്നെ ഞാനൊരു 5 ബോൾസ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഓരോ ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്കിതൊന്ന് പരത്തിയിട്ടെടുക്കണം. നിങ്ങൾക്ക് സാധാ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ വീശി എടുക്കണമെങ്കിൽ അങ്ങനെ വീശി വേണമെങ്കിൽ അടിച്ചിട്ടെടുക്കാവുന്നതാണ്. അപ്പോൾ വീശിയൊക്കെ അടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഒരു കൗണ്ടർ ടോപ്പിലേക്ക് വല്ലം ഇതിൽ കുറച്ച് ഓയിൽ നമ്മൾ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഈ ഒരു മാവ് ഇതുപോലെ വെച്ചിട്ട് കുറച്ച് ഓയിൽ അതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് പരത്തിയെടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഈ ഒരു മാവ് അത്രയും സോഫ്റ്റ് ആണ്. നമ്മളൊട്ടും ബലമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബലമൊന്നും കൊടുക്കാതെ നമ്മൾ പതിയെ ഇതുപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് പരത്തിയാൽ മതി. അത്രയും സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു മാവ് ഇരിക്കുന്നത്. നമ്മൾ അത്രയും സമയം വെച്ചതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മാവ് ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ കൈ കൊണ്ട് പരത്തിയെടുക്കുമ്പോൾ സെൻറ്റർ ഭാഗത്തു നിന്ന് തന്നെ കട്ട് കുറച്ച് വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ ആവശ്യമുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് ഓയിലാക്കി തന്നെ വേണം കേട്ടോ നമ്മൾ ഇതുപോലെ പരത്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ സൈഡും ഇത് കണ്ടില്ലേ കട്ടി കുറഞ്ഞ് ഈ ഒരു രീതിക്ക് നമ്മളിന്ന് പരത്തിയെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഓയിലും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് കൊടുക്കുക. ശേഷം ഈ ഒരു 2 സൈഡിൽ നിന്നും ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് മടക്കി കൊണ്ടുവരിക. ഇതുപോലെ നമ്മൾ ഈ ഒരു മാവ് ഒന്ന് മടക്കിയതിന് ശേഷം ഈ ഒരു അറ്റം പിടിച്ചിട്ട് ഇതുപോലെ നമ്മൾ റോൾ ചെയ്ത് കൊണ്ടുവരിക. ഒരു സൈഡ് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം ഈ ഒരു മുകൾ ഭാഗത്തു നിന്ന് പതിയെ താഴേക്കാക്കി നമ്മൾ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് അതൊരു 15 മിനിറ്റ് മാത്രം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു മാവ് നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് പരത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരിവായിട്ട് കിട്ടും. ഇതുപോലെല്ലാം തന്നെ റെഡിയാക്കി ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇനി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം. ഓരോന്നും എടുത്തിട്ട് നമ്മളൊരു ബൺ പൊറോട്ടയുടെ ഒക്കെ ഒരു വലിപ്പം അറിയാമല്ലോ, ആ ഒരു വലിപ്പത്തിനനുസരിച്ച് കൈ കൊണ്ട് നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാടങ്ങ് വലുപ്പത്തിൽ നമ്മളങ്ങ് പരത്തണ്ട. ഇത് കണ്ടില്ലേ, ഈ ഒരു വലുപ്പത്തിൽ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു മീഡിയം ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു പാനിൽ കുറച്ചൊരു ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കടകളിലൊക്കെ ചെയ്യുന്ന പോലെ ഇതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മാത്രം നമ്മുടെ ഒരു ബൺ പൊറോട്ട പുറമേ നല്ല മൊരിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഓയിൽ നിന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുത്തിട്ട് വേണം ഈ ഒരു ബൺ പൊറോട്ട കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറയുന്നത് പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോവും. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഉള്ളിൽ നന്നായിട്ട് വെന്ത് കിട്ടണമെങ്കിൽ നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം എടുത്ത് തന്നെ വേണം ഇത് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് നമ്മൾ തീയൊക്കെ കൂട്ടി പുറമെ മാത്രം മൊരിച്ചെടുക്കുകയാണെങ്കിൽ ഉള്ളിൽ നമുക്ക് വെന്ത് കിട്ടത്തില്ല. ഇനി നമുക്കിതിൻ്റെ സൈഡിലൊന്ന് മൊരിച്ചിട്ടെടുക്കാം. കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതിലൊന്ന് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പാനിൽ നിന്ന് എടുത്തേക്കാം. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഇതിലൊന്ന് അടിച്ചിട്ടെടുക്കുക. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു കാസറോളിട്ട് ഞാനൊന്ന് അടിച്ചു വെച്ച് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ട്രാ ഞാനൊരു 5 പൊറോട്ടയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനൊന്ന് ചുട്ടിട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതുണ്ടല്ലോ, ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ ഒന്ന് അടിച്ചിട്ടെടുക്കാം. ബൺ പൊറോട്ടയൊക്കെ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിച്ചാൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. കാരണം നമ്മളൊരു അടിച്ചിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കുമ്പോൾ പുറമേ നല്ല മൊരിഞ്ഞിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ഒരു കറി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്.
ഇതുപോലെ 2 കറുവപ്പട്ട, ഒരു 4-5 ഗ്രാമ്പു, ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് ചൂടായിട്ട് കിടക്കുന്ന ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ആദ്യം തന്നെ അരച്ചെടുത്ത് മാറ്റി വെച്ചിരുന്ന ഒരു അരപ്പില്ലേ, ആ ഒരു അരപ്പ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഈ ഒരു അരപ്പൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക. അരപ്പ് ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ ഇവിടെ 1.25 കപ്പ് അളവിൽ 1-ാം പാലും അതുപോലെ തന്നെ 2 കപ്പ് അളവിൽ 2-ാം പാലും ആണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫുൾ തേങ്ങ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചൂടായിട്ട് കിടക്കുന്ന ഈ ഒരു അരപ്പിലേക്ക് നമുക്ക് ഇപ്പോൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 2-ാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് എടുക്കുക. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് കീറിയതും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-ാം പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി അതൊന്ന് തിളച്ച് വരുന്ന സമയത്താണ് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ചിക്കൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയിലയും കൂടി ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ചിക്കനും മല്ലിയിലും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മൾ തീ കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചിക്കൻ നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഒരു 15 to 20 മിനിറ്റ് മാത്രം നമ്മളൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. ഇത്രയും സമയം നമ്മൾ തുടർച്ചയായിട്ട് ഈ മൂടി വെച്ച് അടച്ചു വെച്ച് കൊടുക്കരുത്, അടിയിൽ പിടിക്കും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതുണ്ടല്ലോ, ഏകദേശം ഒരു 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് അത്യാവശ്യം ഒരു ഗ്രേവി നിന്ന് കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടല്ലോ, ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് ഈ ഒരു പരിവായിട്ട് വരുമ്പോഴത്തേക്കാണ് കേട്ടോ ഇനി നമ്മൾ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. 1-ാം പാൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി ഇതങ്ങ് തിളപ്പിക്കരുത്. ഇതുപോലെ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് ചൂടാക്കി എടുക്കാൻ മാത്രമേ ചെയ്യാവുള്ളൂ. അപ്പോൾ 1-ാം പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാനത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇതിലിപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രം ചെറിയൊരു തക്കാളി ഇതിലൊന്ന് കട്ട് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് വേണമെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂണൊക്കെ പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എണ്ണയും കറിവേപ്പിലൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനത് ചൂടാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കാഷ്നട്ട് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുകയാണ്. അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2-3 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചിട്ടെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. കാഷ്നട്ടൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ടെടുത്തത് സെർവ് ചെയ്യുന്ന ഒരു സമയത്ത് മാത്രം ഒന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഒരു ബൺ പൊറോട്ടയുടെ കൂടിയിട്ട് ചിക്കൻ കുറുമ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ബൺ പൊറോട്ടയും ചിക്കൻ കുറുമയും നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അത്രയും ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കേരള പൊറോട്ടയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മുടെ കേരള പൊറോട്ടയും ഈ ഒരു ബൺ പൊറോട്ടയായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഏകദേശം ഒരേ രീതിക്ക് തന്നെയാണ് ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഒരു ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.